പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നന്മയുടെ നല്ല സുപ്രഭാതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ, യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശുക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ബന്ധനസ്ഥനാകുക. ജീവിതത്തിൽ പലപ്പോഴും പലരും ചില ബന്ധിത അവസ്ഥയിലേക്കൊക്കെ വരും. ആ ബന്ധിത അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ കാറ്റിൻ്റെ മർമ്മരത്തിനകത്ത് എവിടെയോ ഒരാശ്വാസത്തിൻ്റെ തുണയുടെ ശബ്ദം കേൾക്കും. ഈ തുണയുടെ അല്ലെങ്കിൽ സഹായത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ കാറ്റിൽ നിന്ന് വരുന്ന ആ ശബ്ദത്തെ, ആ ആശ്വാസത്തിൻ്റെ ശബ്ദത്തെ വേർതിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിവുണ്ടാകണം. എവിടെയോ അകപ്പെട്ടു പോയ ആട്ടിൻകുട്ടി 100-ൽ 1 കാണാതെ പോയപ്പോൾ ആട്ടിടയൻ കണ്ണ് മാത്രമല്ല പതിപ്പിച്ചത്, ഒരു ശബ്ദം കൂടെ കൊടുത്തു. ഈ ശബ്ദത്തെ വഹിച്ചുകൊണ്ട് കാറ്റാണ് കടന്നു വന്നത്. ആ കാറ്റ് ഈ ആട്ടിൻകുട്ടിയുടെ ചെവിയിൽ ആട്ടിടയൻ്റെ ശബ്ദമായിട്ട് പതിപ്പിച്ചു. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ചിലപ്പോഴൊക്കെ ചില ബന്ധനങ്ങളിലൊക്കെ നമ്മൾ അകപ്പെട്ടു പോകും. സാമ്പത്തിക പരാധീനതയായിരിക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങളോ ബന്ധുക്കളോ ഒക്കെ ഉപേക്ഷിച്ച് പോയതിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ ബന്ധുക്കൾ കൂടുതൽ അടുത്ത് വരുന്നതിൻ്റെ ആയിരിക്കാം. അതൊക്കെ സന്തോഷമല്ലേ? അപ്പോൾ ഈ ഒരു സന്തോഷത്തിൽ നിന്ന് ചില ബന്ധനങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എപ്പോഴും ഈ കാറ്റിലും വെളിച്ചത്തിലും തണുപ്പിലുമൊക്കെ ഒരു സ്വരമുണ്ട്. ആ സ്വരം നമ്മളെ മാടി വിളിക്കുന്ന, സ്വാതന്ത്ര്യത്തിലേക്ക് മാടി വിളിക്കുന്ന ഒരു സ്വരമാണ്. ഈ സ്വരത്തെ തിരിച്ചറിയുക എന്നതാണ് സുവിശേഷത്തെ തിരിച്ചറിയുക എന്നതിൻ്റെ അർത്ഥം. ഇനിയും ഈ ഒരു വാക്കിൽ യേശുക്രിസ്തു ഇത്ര നേരമായിട്ടും ഒന്നും തന്നെ പ്രസംഗിച്ചിരുന്നില്ല. പക്ഷേ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവൻ വന്നു എന്നാണ് പറയുക. എന്നാ സുവിശേഷം പ്രസംഗിച്ച് ഒരു പിടിയില്ല. മുമ്പൊരു വാക്യത്തിലും എന്താ പ്രസംഗിച്ചെന്നുള്ളത് പറയുന്നില്ല. എന്നാൽ അദ്ദേഹം പറയുന്ന ആദ്യത്തെ വാക്ക് നമ്മുടെ മനസ്സിൽ ഒന്നിരിക്കട്ടെ, അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയും. ഞാൻ തിരിച്ചു പറയും, അവൻ സന്തോഷത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. അനുതപിക്കുക എന്നുള്ളത് സന്തോഷത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷത്തിൻ്റെ സുവിശേഷമാണ് യേശു പ്രസംഗിച്ചത്. അത് വേദനയുടെ അല്ല, വിഷമിപ്പിക്കാനുള്ളതല്ല. ഇപ്പം താനായിരിക്കുന്ന ആ അവസ്ഥയിൽ സന്തോഷം, ഉള്ളിൽ സന്തോഷം അനുഭവിക്കാത്തൊരവസ്ഥയാണെങ്കിൽ ആ സന്തോഷത്തിലേക്ക് വരാനുള്ള ഒരു വിളിയാണ്. അതുകൊണ്ട് സദ്വാർത്തയുടെ സുവിശേഷം എന്ന് പറഞ്ഞേ, ആ വിളിയാണ് സുവിശേഷം. അപ്പോൾ ആ സുവിശേഷം തിരിച്ചറിയുക. നിങ്ങൾ എന്നും സന്തോഷത്തിലാണ്. നിങ്ങളുടെ സന്തോഷം വർദ്ധിതമാകാനാണ് യേശുവിൻ്റെ സാന്നിധ്യം. ഇപ്പോൾ കാറ്റിലും തണുപ്പിലും ചൂടിലും മഴയിലും ഒക്കെയും എന്തുണ്ട്? ഈശോയുടെ ഒരു സ്വരമുണ്ട്. എല്ലാവർക്കും നന്മയാകട്ടെ. നന്മയുടെ സദ്വാർത്ത നമ്മുടെ ഉള്ളിൽ തിളച്ച് പൊന്തി വന്ന സന്തോഷം ആകട്ടെ.